പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ സവിശേഷം കനേഡിയൻ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു യാത്ര. മെഹബൂബ് ബിൻ അബ്ദുൽ അസീസ് വെളിയങ്കോട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വലാ ആലിഹി വസ്ഹാബിൽ അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ സവിശേഷം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയുന്നതുപോലെ സവിശേഷം എന്ന ഈ പ്രോഗ്രാം പല സമയങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളും അതുപോലെ അതിനോട് ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളെയും നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അവരുടെ അനുഭവങ്ങളും അറിവുകളും നമ്മളുമായി പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. പലർക്കും അത് ഉപകാരപ്പെടുന്നതായിട്ടും കാണാറുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു സവിശേഷം പരിപാടിയിലേക്ക് നമുക്ക് വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് ഇപ്രാവശ്യം ലഭിച്ചിട്ടുള്ളത്. അതുമായി നമ്മളുമായി ചർച്ച ചെയ്യാൻ അതിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയെയും കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ടൈറ്റിലിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ ആ ഒരു വിഷയം അതേപോലെ കൈകാര്യം ചെയ്യുന്നതിന് പകരം നമ്മോടൊപ്പമുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അതുമായിട്ട് അറിവുകൾ നമ്മളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് മെഹബൂബ് അബ്ദുൽ അസീസ്. അദ്ദേഹം ഒരു കനേഡിയൻ പൗരനാണ് എന്ന് പറയുകയാണോ നല്ലത് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്തിനാലും നമ്മുടെ നാട്ടുകാരനാണ്, കണ്ണൂർ സ്വദേശിയാണ്. മെഹബൂബ് അബ്ദുൽ അസീസ് സാഹിബിനെ പീസ് റേഡിയോയിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും മെഹബൂബ് സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോയെക്കുറിച്ചും നമ്മൾ സവിശേഷം പരിപാടിയെക്കുറിച്ച് താങ്കൾക്ക് അറിയുമെന്ന് കരുതുന്നു. നല്ലൊരു അവസരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ അതിനോട് പറഞ്ഞതുപോലെ വളരെ അനുയോജ്യനായിട്ടുള്ളൊരു വ്യക്തിയെയും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ താങ്കൾ ശരിക്ക് കുടുംബ പാശ്ചാത്തലവും ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആയിരിക്കും. കുടുംബം, മക്കൾ, മാതാപിതാക്കൾ, അതുപോലെ ഈ കാനഡ എന്ന അവിടെയാണ് അദ്ദേഹം നിങ്ങളുള്ളത് എന്നറിയോ, അതൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ജസാക്കല്ലാഹ് ഖൈർ അബ്ദുൽ അസീസ് സാഹിബ്. ഈ പരിപാടിയിൽ, പീസ് റേഡിയോൻ്റെ ഈ പരിപാടിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് മെഹബൂബ് അബ്ദുൽ അസീസ്. കണ്ണൂർ ആണ് സ്വദേശം. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ദുബായിലാണ്. വൈഫ് ആയിദ സയ്യിദ്, അവളും ജനിച്ചു വളർന്നത് അബുദാബിയിലാണ്. ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. അൽഹംദുലില്ലാ. ഇതിനകം 6 രാജ്യങ്ങളിൽ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 5 രാജ്യങ്ങൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും കാനഡയും അടക്കം ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളും ഒക്കെ കൂടിയിട്ട്. ഇവിടെ ഇപ്പോൾ സൗദി അറേബ്യയിൽ സൗദി അറാംകോയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ എക്കണോമിക്സ് ആൻഡ് സ്ട്രാറ്റജി ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്സ്ട്രീമിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ. 9 വർഷമായി സൗദി അറേബ്യയിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിദേശ രാജ്യത്തേക്ക്, അതും കൂടെ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്നും കൂടെ? അത് ഞാൻ പറഞ്ഞ പോലെ ജനിച്ചു വളർന്നൊക്കെ ദുബായിലായിരുന്നു. ഫാദർ അൽഫത്തൈം വാച്ചസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് ഈ യാത്രയൊക്കെ ചെയ്യാൻ എല്ലായിടത്ത് പോകണമെങ്കിലും വിസൻ്റെ റിക്വയർമെൻ്റ് ഒക്കെ വരാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു സൊല്യൂഷനായിട്ട് വാട്ട് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ. അത് ഹയർ സ്റ്റഡീസോ കരിയർ ഓപ്ഷനോ അല്ല അതിൻ്റെ തുടക്കം. ഇറ്റ് വാസ് പ്യൂർലി മൊബിലിറ്റി റീസൺ. അപ്പം അങ്ങനെയാണ് ഈ ഇമിഗ്രേഷൻ്റെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. കാരണം നമ്മൾ ഇപ്പം അറ്റ് ദാറ്റ് പോയിൻറ്റ് 10-15 വർഷം UAE നിന്നിട്ടും ഫാദർ 10-30 വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ സിറ്റിസൺഷിപ്പിൻ്റെയോ റെസിഡൻസിൻ്റെയോ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പം കുറേ മാറി വരുന്നുണ്ട്, പക്ഷേ ആ കാലത്തുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഇടയായതും കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം പല രാജ്യങ്ങളും ഇമിഗ്രൻസിനെ സ്വീകരിക്കുന്ന ഇതും ആയിട്ട് അറിയാൻ സാധിച്ചത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഇമിഗ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന കാലം തൊട്ട് വന്നത്. ഞാൻ എൻജിനീയറിങ് ചെയ്തത് ബാംഗ്ലൂരാണ്. എൻ്റെ അണ്ടർഗ്രാഡ് കെമിക്കൽ എൻജിനീയറിംഗ് ആണ്.
അപ്പോൾ പഠിത്തം കഴിഞ്ഞപ്പോൾ ഉടനെ എനിക്ക് ക്യാമ്പസിൻ്റെ ആ ടൈമും മംഗലാപുരം റിഫൈനറിയിൽ ജോലി കിട്ടി. അപ്പോൾ ആ ജോലി കിട്ടും ഫൈനൽ ഇയർ എഞ്ചിനീയറിങ്ങിൻ്റെയും ജോലി കിട്ടുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കംപ്ലീറ്റ് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തത്. അങ്ങനെയാണ് പല രാജ്യങ്ങളും നോക്കിയപ്പം കാനഡ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ ഒരു യാത്രാ മൊബിലിറ്റിയാണ് അതെ തീർച്ചയായിട്ടും മനസ്സിലുണ്ടായിരുന്നത്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഒരു പാസ്പോർട്ടിൻ്റെ സ്ട്രെങ്ത് എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു കാരണം. എക്സാക്ട്ലി. ലോകത്തിലെ തോന്നുന്ന ഇന്ത്യയുടെ ഒരു പാസ്പോർട്ടിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്, അതുപോലെ മറ്റ് രാജ്യങ്ങളുടെ ഒരു പാസ്പോർട്ട് സ്റ്റാറ്റസ് ഉണ്ട്. ഐ തിങ്ക് സിംഗപ്പൂരാണ് തോന്നുന്നത് അല്ലേ ഏറ്റവും സ്ട്രോങ് പാസ്പോർട്ട്. ജപ്പാൻ അതെ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് കാനഡ ആ ലിസ്റ്റിലുള്ള ഒരു ഇതാണ്. റൈറ്റ്. ഒരുപാട് രാജ്യങ്ങളിലേക്ക് എങ്ങനെയുള്ള മൊബിലിറ്റിയാണത് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നത്? സോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ദിസ് ഇസ് ബാക്ക് ഇൻ ദ ഡേയ്സ് 1997 ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് 26 years ബാക്ക്. അപ്പോൾ യു ഹാവ് ടു റിവൈൻഡ് നമ്മളെ ഡിസ്കഷൻ ബാക്ക് ഇൻ ടൈം. അപ്പം ആ ടൈം പിന്നെ പല കൺട്രീസും ട്രാവൽ ചെയ്യാനും വിസിറ്റ് ചെയ്യാനും ഉള്ളൊരു സൗകര്യം, ബിക്കോസ് ദാറ്റ് വാസ് ഇൻ മൈ അജണ്ട. വൺസ് ഐ ഗെറ്റ് വർക്ക് ട്രാവലിംഗ് വാസ് ഹൈ അപ്പ് ഓൺ ദി അജണ്ട. രണ്ടാമത് പിന്നെ ജോലി സംബന്ധമായിട്ടും മൂവ് ചെയ്യണമെങ്കിൽ പണ്ടേ ഞങ്ങൾ പറയുന്ന കേൾക്കുന്നതായിരുന്നു ദുബായിൽ നിന്നൊക്കെ ഈ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ജോബ് ചേഞ്ച് വുഡ് ബി എൻ ഇഷ്യൂ. പക്ഷേ വെസ്റ്റേൺ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ജോബ് ചേഞ്ച് സാധിക്കും, പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ജോബ് മാറാമെന്നൊക്കെ. അപ്പോൾ ദിസ് ഈസ് ക്വൈറ്റ് ഫണ്ടമെൻ്റൽ ആക്ച്വലി. അതായത് ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യ എന്ന സ്ഥലത്ത് പറയുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അതെ ആ ഒരു നാഷണാലിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ജോലി മാറാൻ കൂടുതൽ സാധിക്കും. അതെ. അപ്പം ദിസ് ഈസ് ഈ 90s ലേറ്റ് 90s ഒരുപാട് പേരുണ്ട്. ഇപ്പം എൻ്റെ ഫാദറൊക്കെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് ആ കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആ ജനറേഷനിൽ പെട്ടതാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഡിഡ് സോ ഫോർ എ റൈറ്റ് ഗുഡ് റീസൺ. പക്ഷേ നമ്മളെ ജനറേഷൻ എന്ന് പറയുന്ന ആ ട്രാൻസിഷൻ്റെ ടൈമും പിന്നെ ഇങ്ങനെയുള്ളൊരു മൊബിലിറ്റിക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് ട്രാൻസ്ഫർ, ജോബ് മൊബിലിറ്റി, ഇതിന് വൺ ഓഫ് ദ ബിഗസ്റ്റ് എന്താണ് എനേബിളർ ഒരു വെസ്റ്റേൺ പാസ്പോർട്ടാണെന്ന് ഞാൻ അന്ന് ലൈക്ക് ഇറ്റ്സ് അബൌട്ട് 30 years ബാക്ക് ഐ ഗോട്ട് കൺവിൻസ്ഡ്. അപ്പോൾ ദാറ്റ് വാസ് ദ പ്രൈമറി ഡ്രൈവർ. പിന്നെ അത് കൂടാണ്ട് തന്നെ 97 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം ദെൻ ഐ ഫിഗർഡ് ഔട്ട് പിന്നെ വിച്ച് എവർ കൺട്രി യു ആർ ഇമിഗ്രേറ്റിംഗ് ഇൻ ടു, അത് കാനഡ ആയാലും UK ആയാലും ഓസ്ട്രേലിയ ആയാലും, ദ ഈസിയസ്റ്റ് വേ ടു സ്ലൈഡ് ഇൻ ടു അവിടുത്തെ സിസ്റ്റമിൽ സ്ലൈഡ് ചെയ്യാൻ സാധിക്കുന്നത് ബൈ ടേക്കിംഗ് എ ഡിഗ്രി ഇൻ ഫ്രം ദാറ്റ് കൺട്രി. When I say degree, it can be a master's degree അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ പ്രോഗ്രാം, സർട്ടിഫിക്കേഷൻ, ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫ്രം ദറ്റ് കൺട്രി ദാറ്റ് യു ഇൻറ്റൻഡ് ടു സെറ്റിൽ. അപ്പോൾ ദാറ്റ് ഈസ് എ ഈസിയസ്റ്റ് വേ എന്ന് പറയാൻ കാരണം ഇപ്പം നമ്മൾ ആ കൺട്രിയിൽ പോയി കഴിഞ്ഞിട്ട് വെൻ യു ആർ അപ്പോൺ ഗ്രാജുവേഷൻ വെൻ യു അപ്ലൈ ഫോർ എ ജോബ്, അവിടുത്തെ എംപ്ലോയേഴ്സ് ബിറ്റ്വീൻ ദ ടു കാൻഡിഡേറ്റ്സ് ഒരു ഫോറിൻ ട്രെയിൻഡ് ആയിട്ടുള്ള പ്യൂർലി ഫോറിൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും അവിടെ ലോക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്നതും രണ്ടാണ് തീർച്ചയായിട്ടും, ഫോർ ഓൾ ഗുഡ് റീസൺസ്. അപ്പോൾ അതിൽ രണ്ട് മേജർ ഇത് അഡാപ്റ്റബിലിറ്റി, അവിടെ they have been here for few years, അപ്പോൾ they are adaptable to this country എന്നുള്ളൊരു കംഫർട്ട് ഉണ്ടാവും എംപ്ലോയേഴ്സിന്. Then a second thing is our educational qualification doesn't have to be verified locally ആയതുകൊണ്ട് അപ്പം that itself will develop the job prospects. അപ്പോൾ അതുകൊണ്ട് ഞാൻ what I did is I decided I will also do a master's from that country to which I am immigrating. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ബിറ്റ്വീൻ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് ഞാൻ റിഫൈനറിയിൽ വർക്ക് ചെയ്യാൻ ഇപ്പം ONGC മംഗലാപുരമുള്ള ONGC റിഫൈനറിയാണ്. അന്നേരം ഇറ്റ് വാസ് റൺ ബൈ ബിർള, മാംഗ്ലൂർ റിഫൈൻ ആൻഡ് പെട്രോകെമിക്കൽസ്. അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ദെൻ ഐ ഗോട്ട് എ ജോബ് വിത്ത് ഖത്തർ പെട്രോളിയം. ബട്ട് ഐ ഡിഡ്ന്റ് സ്റ്റോപ്പ് ദെയർ. പിന്നെ ജോബ് വാസ് ഗുഡ്, ലൈഫ് വാസ് നൈസ്, പക്ഷേ ഐ ന്യൂ ഐ ഹാഡ് ടു തിങ്ക് ലോങ് ടേം. അപ്പോൾ അങ്ങനെയാണ് അവിടുന്ന് ഞാൻ പഠിക്കുന്ന ടൈം ഇമിഗ്രേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ആൻഡ് ഇമിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ഡിഡ്ന്റ് ഡയറക്ട്ലി റിസൈൻ ആൻഡ് ഗോ. ഞാൻ ഐ ഡിഡ് മൈ ഫസ്റ്റ് ലാൻഡിങ് ടു കാനഡ.
and then I came back, continued my job with Qatar Petroleum. Then എന്നിട്ട് ആ പോയിന്റിൽ ഞാൻ അഡ്മിഷൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി മാസ്റ്റേഴ്സിന്, ടു മേക്ക് മൈ ട്രാൻസിഷൻ കുറെ കൂടി ഓർഡർലി ആൻഡ് സോ ദാറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഗെറ്റ് സംതിങ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പം 2005 ദെൻ വി മൂവ്ഡ്. 2004 ഫസ്റ്റ് ലാൻഡിങ് കഴിഞ്ഞ് 2005 വി ഇമിഗ്രേറ്റ്. അപ്പോൾ ഒറ്റക്കായിരുന്ന സമയത്ത് അല്ല, ഞാനും വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 2000 കല്യാണം കഴിഞ്ഞിരുന്നു. അപ്പം ഖത്തറിൽ പോയി. ഖത്തറിൽ നിന്ന് അവിടെ QPയിൽ ഖത്തർ പെട്രോളിയമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം പിന്നെ ഈ പ്രോസസ്സൊക്കെ രണ്ടാമതും ഒരുമിച്ച് തന്നെ കഴിഞ്ഞ് രണ്ടുപേർക്കും ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കിട്ടി. വി വെൻ ടു കാനഡ, ഡിഡ് അവർ ഫസ്റ്റ് ലാൻഡിങ്. പിന്നെ പേപ്പർ വർക്ക് കഴിഞ്ഞിട്ട് വി കെയിം ബാക്ക്. എന്നിട്ട് ഐ അപ്ലൈഡ് ഫോർ ഹയർ സ്റ്റഡീസ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഹയർ സ്റ്റഡീസും അത് കഴിഞ്ഞ് പിന്നെ so the moment I did my first landing, technically immigration is complete. Okay. Now I am a permanent resident of Canada. Okay. ഞാനിപ്പോൾ തൽക്കാലം തിരിച്ച് വന്നേ ഉള്ളൂ, but I can freely go in and out anytime I want. അപ്പോൾ ആ ഇമിഗ്രേഷൻ്റെ ആ പ്രോസസ്സിൽ 2 സ്റ്റെപ്പാണ് വിച്ച് ലീഡ്സ് ടു സിറ്റിസൺഷിപ്പ്. ആ ഇമിഗ്രേഷൻ ഫസ്റ്റ് 3 years out of 5 years you have to live in that country. അപ്പം ഐഡിയലി യു ഹാവ് അബൌട്ട് 2 years you can do this in and out. എന്നിട്ട് പിന്നെ you have to be in the country. അപ്പോൾ ആ പീരീഡിൽ വി മൂവ്ഡ് പെർമനൻ്റ്ലി. എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറിയിൽ മാസ്റ്റേഴ്സ് ഇൻ പെട്രോളിയം എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. ആൻഡ് ദെൻ മീ ആൻഡ് മൈ വൈഫ് നമ്മൾ രണ്ടുപേരും പെർമനൻ്റ്ലി റിസൈൻഡ്. വൈഫ് അന്നേരം ഷീസ് എ ഡെൻറ്റിസ്റ്റ്. ഷീ വാസ് വർക്കിംഗ് വിത്ത് അൽറഫ ഗ്രൂപ്പ്, ഇപ്പോഴത്തെ ആസ്റ്റർ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഡെൻറ്റിസ്റ്റായിട്ട്. But she also resigned. We packed our bags and moved on. രണ്ടുപേരും ക്വിറ്റ് ചെയ്തിട്ട്. ഓക്കെ. എന്നിട്ട് തിരിച്ചു വരുന്നത് പിന്നെ അതായത് ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു കനേഡിയൻ പാസ്പോർട്ട് ഹോൾഡറായിട്ട് തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് സ്പെഷ്യലി എക്കണോമിക്കലി ആ ഒരു ബെനിഫിറ്റ്സ് എന്തായാലും. കാരണം ഇവിടെ മനസ്സിലാക്കി കൊടുത്തോളം നമ്മൾ പിന്നെ ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഹീസ് എ കനഡിയൻ നാഷണൽ എന്ന അതിലാണ് വരിക. പിന്നെ ഒരു പക്ഷേ നേരിട്ട് കാണുമ്പോഴായിരിക്കും ഇദ്ദേഹം ഇന്ത്യക്കാരനാണ് എന്നുള്ള, പക്ഷെ അവിടെ ആ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഹീസ് എ കനഡിയൻ അല്ലേ, അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Absolutely. And in fact, there are 3 main dimensions ഈ ഒരു ഹോൾ എക്സ്പീരിയൻസിൽ, ആ ട്രാൻസിഷനിൽ. ഒന്ന് obviously life experience, culturally you are exposed to a lot wider demographics. പിന്നെ അവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, ഇറ്റ് വാസ് അമേസിങ്. ഞാൻ ഇൻഫാക്ട് എൻ്റെ സ്കൂളിൽ ഐ വാസ് നെവർ എ ഗുഡ് സ്റ്റുഡൻറ്റ്. ദുബായിൽ പഠിക്കുമ്പോഴും ഒക്കെ വെരി ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐ ഡിഡ് ഫെയർലി വെൽ എഞ്ചിനീയറിങ്ങിന്, ബട്ട് സ്റ്റിൽ ഒരു എന്താണ് നമ്മുടെ നാട്ടിൽ നിന്ന് പറയുന്ന പോലെ ഡിസ്റ്റിങ്ഷൻ സ്റ്റുഡൻ്റ് അല്ല. ഐ മെയിൻറ്റെയിൻ മൈ ഫസ്റ്റ് ക്ലാസ്. But when I went there, I did very well actually. Masters in although ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്, because I am a permanent resident, I immediately got a job also. Within 3 months, I got a job. ഞാൻ സെപ്റ്റംബറിൽ പോയി ജോയിൻ ചെയ്ത് I started working full time ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഡൗൺ ടൗണിൽ പെട്രോളിയം കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. So here I am working full time, maintaining a family and doing my masters and doing exceptionally well compared to my undergrad program. So that itself was a very good experience. The third dimension to that is namala work experience. Working ഇത് വെച്ച് നോക്കുമ്പം വെരി പ്രൊഫഷണൽ, ഹൈ ലെവൽ ഓഫ് ഇൻറ്റഗ്രിറ്റി, വെരി ഗുഡ് വാല്യൂസ്. അപ്പം നമ്മൾ ഈ ഇസ്ലാമിൽ പറയുന്ന പല കാര്യങ്ങളും ഇല്ലേ, കളവ് പറയാൻ പാടില്ല, നേർക്ക് നേരാവണം, യു ഹാവ് ടു ബി ടു ദ പോയിൻറ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളും പിന്നെ ഞാൻ ജീവിതത്തിൽ നന്നായി അനുഭവിച്ചറിഞ്ഞത് അവിടെ നിന്നാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു വർക്ക്. നമ്മൾ ഈ ഹയർ ആൻഡ് ഫയർ ഒക്കെ കേൾക്കും നമ്മൾ എംപ്ലോയ്മെൻറ്റ് ഇതിൽ. അൽഹംദുലില്ലാ ഐ ഡിഡ്ന്റ് ഹാവ് ടു ഗോ ത്രൂ എനി ഓഫ് ദാറ്റ്. But the key factor is അതൊക്കെ economic reasons ആണ്. Like when the company is doing good, you get hired. Company is doing not so good, you get laid off.
But otherwise, even in that situation, your boസിൻ്റെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അതൊക്കെ വളരെ ആപ്റ്റാണ്. ഞാനവിടെ പോയ ഉടനെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചില കൂട്ടുകാർ പറഞ്ഞ്, ഇഫ് യു ഡോണ്ട് ഡ്രിങ്ക് ഈ ബിയറും ഇതൊന്നും കഴിക്കുന്നില്ലെങ്കിൽ you won't be able to gel well with your management. But on the contrary, they really appreciate it. Ramadan ടൈമിനും അവർ ചോദിക്കും, is it Ramadan? പിന്നെ നമ്മളെ കമ്പനീൻ്റെ ഗ്യാതറിങ്ങിന് പോയാൽ യു ഡോണ്ട് ഡ്രിങ്ക് ഡു യു എന്ന് ഇങ്ങോട്ട് ചോദിക്കും, ബിക്കോസ് ദേ നോ മുസ്ലിംസ് ഡോണ്ട് ഡ്രിങ്ക്. So it was an opportunity for me, both my wife as well. നമ്മൾ കമ്പനീൻ്റെ ഗ്യാതറിങ് ആകുമ്പോൾ she will be with hijab. അപ്പം ആ ഒരു കൾച്ചറൽ പെർസ്പെക്റ്റീവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, നമ്മളെ വാല്യൂസ്, ഇസ്ലാമിക് വാല്യൂസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, വി നെവർ ലോസ്റ്റ് ഇറ്റ്. And we എന്താണ് stood to. ഞാനത് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഇസ്ലാമിക് വാല്യൂസ് എത്രമാത്രം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളത്, അതുപോലെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, തീർച്ചയായിട്ടും അത് പറഞ്ഞത് വളരെ ഉപകാരപ്രദം തന്നെയാണ് അത്തരം കാര്യങ്ങൾ. So back to your original question, from all these three dimensions, cultural experience, educational experience, work experience, by all means, when you combine all this, എന്നിട്ട് തിരിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ definitely we can be a better candidate and offer our service better ഇവിടെ വർക്കിന്. അപ്പം ഞാൻ ഇപ്പം in my capacity സൗദി അറാംകോയിൽ പല ഇൻ്റർവ്യൂവിനും I sit through almost every interview നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹയർ ചെയ്യുന്ന. അപ്പം അതിൽ one thing is very clear, just because you are a Canadian or an Australian or an American, you won't get a job. You have to be qualified, both technically, academically, expertise ഉണ്ടായിരിക്കണം. Then but once you are qualified and once you are getting hired, then definitely your pay structure, adake, there are differences. Clearly there are differences in the compensation packages. Okay. Yeah. അപ്പോൾ നമുക്ക് വെച്ചാൽ ഇവിടെ ഇപ്പോൾ സായി പറയുന്നതെന്ന് വെച്ചാൽ പല രീതിയിലുള്ള നമ്മുടെ കുട്ടികളുടെ ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ വളരെ ഹൈ ലെവലിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഉപരിപഠനം എന്നുള്ള നിലക്ക്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചാൽ കഴിഞ്ഞ വർഷം കാനഡയ്ക്ക് തന്നെ ഏകദേശം 2.5 ലക്ഷത്തോളം സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷം പോയി എന്നാണ് കേട്ടത്. കാനഡ ഇറ്റ്സെൽഫ് ഒരു 5 ലക്ഷത്തോളം കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതൊരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഓൾ ഓവർ മറ്റ് രാജ്യങ്ങളിലേക്ക് ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. അതിൽ ചിലത് നമുക്ക് അതിൽ ചില വിഷയങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഈ ചർച്ചയിലിടയ്ക്ക് ഇത് പറയുമ്പോൾ ഒരു ഉപകാരപ്പെട്ടെ എന്ന് നിലക്ക് പറയാണ്. കുറേ കുട്ടികളെന്ന് വെച്ചാൽ അതൊരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ചെയ്യാണ്ട് പോകുന്ന പല വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ UK പോലുള്ള രാജ്യങ്ങൾക്ക് പോകുന്നതും വ്യത്യാസപ്പെട്ടിരിക്കും. അവിടെ ചെന്ന് ജസ്റ്റ് കാശുണ്ടാക്കുക എന്ന ഒരു ഇതിലാണ്. അത് ഈ ചില രാജ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായിട്ട് നിയമങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ മുഹമ്മദ് സാഹിബ് പറയുന്നത് വെച്ചാൽ നമുക്കിതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വേണം എന്നാണോ ആ രീതിയിൽ, അങ്ങനെ അതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ശരിക്കും പറയുന്നത്. അവർക്കത് ഉപകാരപ്പെടും ആ രീതിയിലുള്ള. അതിലെന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കിയിട്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പഠിക്കുമ്പോൾ അവിടെ പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ വേൾഡിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഒരു 149th ശരിക്കും ഇന്ത്യയിലത്തെ ഒരു യൂണിവേഴ്സിറ്റി വരുന്നുള്ളൂ. ടോപ്പ് 150ൽ 100ൽ ഒരിക്കലും ഒരു ഇന്ത്യൻ ഒന്നും വരുന്നില്ല. 149th ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാംഗ്ലൂർ ആണോ IIT വരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് കോളേജുകൾ ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അത്ര നല്ല എഡ്യൂക്കേഷൻ പുറത്ത് കിട്ടുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ശരിക്കും പുറത്തുനിന്ന് അനുഭവിക്കാൻ പറ്റും. അത് അവരെ സംബന്ധിച്ച് അവരെ കരിയറിൽ വലിയ സഹായം തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ എവിടേക്കും പോകാനുള്ള സൗകര്യങ്ങൾ, എത്ര രാജ്യങ്ങൾക്ക് ശരിക്കും പോകാൻ പറ്റും ഒരു കനേഡിയൻ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട്? The last I checked, I think about 170 countries, like 117 രാജ്യങ്ങൾക്ക് directly പോവാം. I mean pretty much any country നമുക്ക് പോകേണ്ട any country പോകാം. അല്ലെങ്കിൽ either you can directly go പിന്നെ visa free travel, i.e. purchase a plane ticket and land. അല്ലെങ്കിൽ പിന്നെ you may have to take a pre-approved authorization, which is a 5-minute thing. ഇപ്പോൾ സൗദിയൊക്കെ ചെയ്യുന്ന പോലെ. ഇപ്പോൾ ഒരു കനേഡിയൻ സൗദിയിലേക്ക് വരികയാണെങ്കിൽ they have to put their details online
ഒരു 10 മിനിറ്റിൻ്റെ പ്രോസസ്സാണത്. ജസ്റ്റ് ടു മേക്ക് ഷുവർ യുവർ ഡീറ്റെയിൽസ് ആർ ഇൻ ദ സിസ്റ്റം. അപ്പോൾ ഒരു പ്രീ അപ്രൂവ്ഡ് ഒരു വിസ ഇമെയിൽ ചെയ്ത് തരും. സോ യു കം ബാക്ക് വിത്ത് ദാറ്റ് വിത്ത് എ ബാർകോഡ് ആൻഡ് ദെൻ യു ക്യാൻ ഗെറ്റ് ഇൻ. അതിലെടുക്ക് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയോടെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇതുപോലെ കാനഡ, ഓസ്ട്രേലിയ, അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അത് ഗൾഫിൽ വന്ന് സെറ്റ് ചെയ്യുന്ന പോലെ അല്ല. കാരണം ഒന്ന് ഒരു വലിയ ദൂരം, ആ ഒരു ദൂരവും അതുപോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ്, മക്കളുടെ ഇതൊക്കെ കുട്ടികളൊക്കെ തീർച്ചയായും പിന്നെ ആ ഒരു നാട്ടിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷന്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫാമിലി റിലേഷനെ ബാധിക്കാൻ സാധ്യതയില്ലേ, കുടുംബം അല്ലേ? അങ്ങനെ എന്താണ് വിഷയം? ഷുവർ. ഫസ്റ്റ് എന്തുകൊണ്ടാണ് കൂടുതൽ കുട്ടികളും ഇപ്പം ഇമിഗ്രേഷൻ? അത് 2 റീസൺസ് ആണ് മെയിൻലി. സ്ട്രക്ചറൽ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വന്ന 2 കാര്യങ്ങൾ. ഒന്ന് ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ, അതായത് ആക്സസ് ടു ഇൻ്റർനെറ്റ് ആൻഡ് യു ക്യാൻ നോ എവറിത്തിങ് അബൌട്ട് എവറി യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് സിറ്റിംഗ് ഹിയർ ഓർ വെയർ എവർ യു ആർ. പണ്ട് അത് ആയിരുന്നില്ല കേസ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, 90s ലേറ്റ് 90s നമ്മൾ പഠിക്കുന്ന ടൈം യു ഹാവ് ടു റൈറ്റ് എ ലെറ്റർ ടു ഈച്ച് യൂണിവേഴ്സിറ്റി ആൻഡ് അവർ ഇൻഫർമേഷൻ പാക്കേജ് പോസ്റ്റിൽ അയച്ചു തരും. എന്നിട്ട് അതിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് തിരിച്ച് പോസ്റ്റ് ചെയ്യണം. സോ ഇറ്റ്സ് എ വെരി ലബോറിയസ് ടൈം കൺസ്യൂമിങ് പ്രോസസ് ആൻഡ് ടെക്നിക്കലി നമുക്ക് വി ഹാവ് ടു ലിമിറ്റ് ദ നമ്പർ ഓഫ് ഓപ്ഷൻസ് വി ആർ പ്രൊസീഡിങ്. പക്ഷേ ഇന്നതല്ല. ഇന്ന് വിത്ത് ഇൻ്റർനെറ്റ് നമുക്ക് ഫുൾ ഇൻഫർമേഷൻ്റെ ആക്സസ് ഉണ്ട്. ദാറ്റ്സ് നമ്പർ 1. ദി സെക്കൻഡ് തിങ് ഈസ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കാനുള്ള കോസ്റ്റും പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കാനുള്ള കോസ്റ്റും ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ്. അപ്പോൾ ഇറ്റ് വാസ് ലിമിറ്റഡ് ടു ഐദർ ഇഫ് യു ആർ റിയലി വെൽത്തി, അല്ലെങ്കിൽ ഇഫ് യു ആർ പെർസ്യൂയിങ് വെരി ഹൈലി റിസർച്ച് ഓറിയൻറ്റഡ് സ്പെസിഫിക് പ്രോഗ്രാം. അങ്ങനെ ആകുമ്പോഴാണ് ആൾക്കാർ പിന്നെ അത് പെർസ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അതല്ല സിറ്റുവേഷന്. ഇന്ന് നമുക്ക് യു ഡോണ്ട് നീഡ് ടു ഹാവ് എ വെരി സ്പെസിഫിക് ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ റീസർച്ച് ചെയ്യാനല്ല ഇന്ന് പുറത്തു വന്ന്. യു ക്യാൻ ഗോ ഫോർ പ്രിറ്റി മച്ച് എനി ഇത്. കാരണം നമ്മളെ നാട്ടിലെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇപ്പോൾ നല്ലൊരു യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ എഞ്ചിനീയറിങ് ഡിഗ്രി പ്രോഗ്രാമിന് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം നാട്ടിലും ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇപ്പോൾ ഒരു മെഡിസിൻ നാട്ടിൽ ചെയ്യണമെങ്കിൽ വർഷത്തിൽ 1 കോടി രൂപയൊക്കെ ഫീസ് പ്രൈവറ്റ് സ്കൂൾസിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ വെൻ യു കമ്പൈൻ ഓൾ ദിസ്, ബോത്ത് ഈ ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ പ്ലസ് ദി കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ രണ്ടും ഉണ്ടാകുമ്പം നമുക്ക് ഒന്ന് ആക്സസ് ടു അഡ്മിഷൻ, രണ്ടാമത് ആ ക്യാഷ് നാട്ടിൽ കൊടുക്കുന്നതിന് പകരം ഐ ക്യാൻ റേസ് ദറ്റ് മണി. ആൻഡ് ഹൗ വി റേസ് ദറ്റ് മണി ഇറ്റ്സ് ഡിഫറെൻറ്റ് ഡിസ്കഷൻ ഓൾ ടുഗദർ. പക്ഷേ അത് വി ക്യാൻ പിന്നെ പുറത്ത് പോയി പഠിക്കാൻ ഈവൻ പാരൻസ് ആർ ഗെറ്റിംഗ് കംഫർട്ടബിൾ ആ ഒരു ഇതിൽ. അപ്പോൾ പാരൻസ് വെച്ചാൽ പിന്നെ പോകുന്ന രാജ്യത്തെക്കുറിച്ചും പോകുന്ന യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും പാരൻസ് ആർ ഗെറ്റിംഗ് ലോട്ട് മോർ ഇൻഫർമേഷൻ. പണ്ടത്തെ പോലെ ഒരു പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ട് ഈ ഗോസ് ദെയർ പിന്നെ അവിടെ എത്തിയിട്ട് വിളിച്ച് ഇപ്പോൾ അതല്ല, ഇറ്റ്സ് ഫുള്ളി ട്രാക്കബിൾ ആണ്. പിന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ആർ ദെയർ ഇൻ എനി കൺട്രി യു ഗോ. ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിനെ നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം നേരത്തെ അബ്ദുൽ സാഹിബ് പറഞ്ഞ പോലെ മകൻ ഇവിടുന്ന് പോകുന്ന മുമ്പ് തന്നെ നിങ്ങൾ മകനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കോൺടാക്ട്സ് ഒക്കെ. അപ്പോൾ ആ ഒരു കംഫർട്ട് ഫോർ ദ പാരൻസ് ആർ ഓൾസോ. പാരൻസ് ആർ വില്ലിങ് ടു സെൻറ്റ് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. പിന്നെ ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് അണ്ടർഗ്രാൻഡിന് പോകുമ്പോൾ അവരൊക്കെ ഇതുണ്ട്. അപ്പോൾ ദീസ് ആർ ദ 2 മെയിൻ സ്ട്രക്ചറൽ ഡിഫറൻസസ് പഴയ കാലത്തും ഇപ്പോഴത്തെ കാലത്തും വൈ പീപ്പിൾ ആർ എമിഗ്രേറ്റിംഗ് എന്നുള്ളത്. രണ്ടാമത്തെ വിഷയം ഫാമിലി റിലേഷനിൽ എത്രമാത്രം ഇത് എക്സാക്ട്ലി ഞാൻ പറയാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ അടുത്ത ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം കനേഡിയൻ സ്വദേശി തന്നെയാണ്, കനേഡിയൻ സിറ്റിസനാണ്, അവിടെ പാസ്പോർട്ട് എടുത്തൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹം ഇവിടെ സൗദി അറേബ്യയിൽ വന്നുകൊണ്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ അവിടെ വിട്ടുകൊണ്ട്, അവിടെ അദ്ദേഹം ആ ബിസിനസ് തന്നെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും കൂടെ ഫാമിലി റിലേഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ കുട്ടികൾക്ക് അവർ ടോട്ടലി അവിടുത്തെ ഒരു കൾച്ചറിൽ അതിലാണ് ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ച് നമ്മുടെ മറ്റ് റിലേഷൻസ്, സിസ്റ്റേഴ്സ്, അതുപോലെ പാരൻസ്, അപ്പോൾ ഉമ്മ കാണാൻ ആഗ്രഹിക്കുമ്പോഴൊന്നും പെട്ടെന്ന് അവിടുന്ന് ഒന്ന് വരാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ സൗദി അറേബ്യയിൽ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള നിലക്ക് അതുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി റിലേഷൻ്റെ ഒരു ഗ്യാപ്പ് കൂടുന്നുണ്ടോ എന്നുള്ളൊരു അവസ്ഥ. And it's to an extent പിന്നെ I don't deny that, especially പിന്നെ
എന്താണ് വെൻ യു ആർ റിയലി യങ്, കമ്പൈൻ ദാറ്റ് വിത്ത് ദ ടൈം ചേഞ്ച്, നോർത്ത് അമേരിക്കയിലാണെങ്കിലുള്ള ടൈം ചേഞ്ച്, പിന്നെ വെൻ പാരൻസ് അതെ ആ ഡിഫറൻസ് വരുമ്പം ഇപ്പോൾ നമുക്ക് ദർ ഇസ് ഓൺലി എ സ്മോൾ വിൻഡോ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് സംസാരിക്കാൻ. ലേറ്റ് നൈറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ ഉറങ്ങും, ഏർലി മോർണിംഗ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ ഉറങ്ങും എന്നുള്ള. അപ്പോൾ ആ ഒരു ചാലഞ്ച് ഇസ് ദെയർ, ഡെഫിനറ്റ്ലി ദെയർ, കൾച്ചറൽ ഇഷ്യൂ ഇസ് ദെയർ. ബട്ട് ഈ പറഞ്ഞ പോലെ എന്താണ്, ഹാവിങ് ലിവ്ഡ് ഇൻ 5-6 countries, a lot of those challenges, it has common denominator. ഇപ്പോൾ നമ്മളെ കുട്ടികളെ സ്കൂൾസിലെ ചാലഞ്ചസ്, പിന്നെ കൂട്ടുകെട്ടിൻ്റെത്, ആക്സസ് ടു പിന്നെ ഇൻഫർമേഷൻ ദാറ്റ് ഇസ് നോട്ട് ഡിസൈറബിൾ, ഇൻ്റർനെറ്റ് അതിൻ്റെ ഇഷ്യൂസ്, ആ ചാലഞ്ചസൊക്കെ ജസ്റ്റ് ലൈക്ക് ഇൻ ദ വെസ്റ്റ് ഇവിടെയുണ്ട്. ദുബായിലായാലും സൗദിയിലായാലും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഫ്രം ബീങ് ഫ്രം സബ് കോണ്ടിനെൻറ്റ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഫോർ എക്സാമ്പിൾ നാട്ടിലേക്ക് പോകാൻ ഒരു 4 hour ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോകാം, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം, അതല്ല. ബട്ട് ദാറ്റ് മേ നോട്ട് ബി ദ കേസ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാരൻസ് നാട്ടിലാണെങ്കിൽ നമുക്ക് പോയി വരാൻ കഴിയും. പക്ഷെ അവിടെ ജനിച്ച് വളർന്ന് ജീവിച്ച കുട്ടികളാണെങ്കിൽ നമ്മളിവിടെ വന്നാലും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ അവർ തിരിച്ചങ്ങോട്ടേക്കേ പോവുള്ളൂ, അവർ നാട്ടിലേക്ക് പോകില്ല. ബട്ട് ദാറ്റ് ഈസ് എ ഫാക്ട് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മളൊരു കാനഡയിലൊരു ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞിരുന്ന മുമ്പ്, പിന്നെ home for you is not where your grandparents lived, but where your grandkids will thrive. അപ്പോൾ അതെ അപ്പം you have to set the way. അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, പിന്നെ നമ്മളെ പല വീക്ഷണങ്ങളും, മുമ്പുണ്ടായ പല വീക്ഷണങ്ങളും ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ഫ്യൂച്ചർ. കാരണം വേൾഡ് ഈസ് എ ലോട്ട് മോർ പോറസ് ആണ്. അതായത് മൊബിലിറ്റി കൂടുതലാണ്, ട്രാവലിംഗ് കൂടുതലാവും, പീപ്പിൾ വിൽ ഗോ സെറ്റിൽ വെയർ എവർ എക്കണോമിക്കലി ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഡ്രൈവ് ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് അവർ പോവും. that's a fact of life. അപ്പോൾ എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റിക്കിംഗ് ടു എ പ്ലേസ്, ലെറ്റ് us stick with the concept of getting them ready for the future. എവിടെ പോയാലും നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള, അതായത് വെൻ യു ഗോ ടു എ ന്യൂ കൺട്രി, വാട്ട് ടു ലുക്ക് ഫോർ, നമ്മൾ ആ ഫസ്റ്റിലെ ചെക്ക് ലിസ്റ്റിൽ ഇസ്ലാമിക് സെൻറ്റർ, അല്ലെങ്കിൽ ടു ഹാവ് എ ഗുഡ് റൂംമേറ്റ്, നമുക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള റൂംമേറ്റ്, പിന്നെ കമ്മ്യൂണിറ്റി വോളണ്ടിയറിങ്. അപ്പോൾ അങ്ങനത്തെ എത്തിക്സും ഈത്തോസും ബിൽഡ് ചെയ്യുന്ന രീതിയിൽ കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷന്. Because very soon things will be out of our control. കാരണം എവിടെ സെറ്റിൽ ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും അത് വളരെ എന്തായാലും നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.